ഈ CJ റോയിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത ഇതിനു മുൻപ് ചെയ്തിരുന്നു. CJ റോയിയുടെ ആദ്യ ഭാര്യ ആണ് ഈ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഭാര്യയായിരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. നമ്മളായിട്ടത് പറയുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അത്തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞത്. അല്ല, അയാൾക്ക് ആദ്യ ഭാര്യ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയില്ല, നിയമപരമായിട്ടാണോ അല്ലെങ്കിൽ അല്ലാതെയാണോ. അതിപ്പോ അയാൾക്ക് എത്ര ഭാര്യമാരുണ്ടായാലും നമ്മളെ വിഷയമല്ല. പക്ഷെ അങ്ങനെ ചില ആളുകൾ, അതായത് ഈ രീതിയിൽ അയാളെ അറിയാവുന്ന ആളുകൾ തന്നെ രംഗത്തെത്തിയാണ് ഇത് പറയുന്നത്. ഇപ്പൊ കേൾക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ഇയാളുടെ സഹോദരനെയും ഇയാളുടെ MD ജോസഫിനെയും ഒന്ന് അറിഞ്ഞു കുടഞ്ഞാൽ ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്, ഇയാളുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഇവരിൽ നിന്ന് കിട്ടും എന്നാണ് മനസ്സിലാക്കുക. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഈ ജോസഫ് പറയുന്നതിൽ തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ജീവനക്കാർ പറയുന്നു 2 മണിക്കാണ് ഇയാൾ ഓഫീസിൽ എത്തിയതെന്ന്, CJ റോയ്. പക്ഷെ ജോസഫ് പറയുന്നു 3 മണിക്കെത്തി, 3:15 വെടിയുതിർത്ത് മരിക്കുന്നു. ഇയാള് ഒറ്റയ്ക്ക് ക്യാബിനിലേക്ക് പോയി എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിട്ടില്ല. റോയിയുടെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിട്ടില്ല. പിന്നീട് നോക്കിയപ്പോൾ നെഞ്ചിൽ വെടികൊണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന റോയിയെയാണ് കാണാൻ സാധിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഈ റോയിയുടെ മരണം ഇപ്പോഴും ദുരൂഹമായി തന്നെ നിൽക്കുന്നു. ഒരുപാട് കെട്ടുകഥകൾ വരുന്നുണ്ട്, സത്യമായ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ബന്ധപ്പെട്ട് ഈ സഹോദരനെയും മാനേജിംഗ് ഡയറക്ടറെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? അതായത് സഹോദരൻ ആദ്യം സംസാരിച്ച ഒരു ബോഡി ലാംഗ്വേജ് അല്ല ഇപ്പോ, പിന്നീട് അദ്ദേഹം സറണ്ടർ ആകുന്ന രീതിയിൽ അദ്ദേഹത്തിന് എന്തോ ഡിഫെൻസീവ് മോഡിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ റോയിയെ സംബന്ധിച്ചിടത്തോളം റോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള വ്യക്തിയല്ല. റോയിക്ക് സമാനമായ സമ്പത്തോ അതിൽ കൂടുതലുള്ള സമ്പത്തോ ഉള്ള ആൾക്കാരെയും ഇത്രയും സമ്പത്തില്ലാത്തവരെയൊക്കെ EDയും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗങ്ങളെല്ലാം എത്രയോ വർഷങ്ങളായിട്ട് ഈ രീതിയിലെല്ലാം ചോദ്യം ചെയ്യുന്നതാണ്. ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കുന്നു, വിളിപ്പിക്കുന്നു, അവരുടെ ഭാഗം ശരിയാണെങ്കിൽ അവർ വീട്ടിലേക്ക് പോകുന്നു, സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു. അല്ലാത്തവരാണെങ്കിൽ കാരണം കാണിക്കണം, വിശദീകരണം കൊടുക്കണം, അതിന്റെ പുറകെ നടക്കണം. ഇത് ഇന്ത്യൻ നടപടിക്രമമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട്. റോയിക്ക് മാത്രമായിട്ട് പുതിയതായിട്ട് ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ല. ഇത് BJP ഗവൺമെന്റിന്റെ മുൻപ് ഇങ്ങനെയായിരുന്നു, BJP ഗവൺമെന്റിന്റെ കാലത്തും ഇങ്ങനെയാണ്, ഇനി വരുന്ന ഗവൺമെന്റിന്റെ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർണാടക കേന്ദ്രീകരിച്ച് ഉള്ള രാഷ്ട്രീയക്കാർ ധാരാളമായി കള്ളപ്പണം ഉണ്ടാക്കുന്നു, അത് കൺസ്ട്രക്ഷൻ കമ്പനികളിലാണ് നിക്ഷേപിച്ചതിനും വൈറ്റ് ആക്കുന്നത് എന്നൊരു രഹസ്യ ആരോപണം ഉയർന്നപ്പോൾ ഇത്തരം കമ്പനികളിൽ എല്ലായിടത്തും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്കും അന്വേഷണം വരുന്നത്. അപ്പൊ അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന് അന്വേഷണം വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം അത്യാവശ്യം നിരീക്ഷണത്തിലായിരുന്നു. UAEയുടെയും ഇന്ത്യയുടെയും ഒക്കെ നിരീക്ഷണത്തിലായിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്തോ മറച്ചു വെക്കാനുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വ്യവസായം മുന്നോട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ധനസമ്പാദന മാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു തോന്നലുണ്ടായി. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ $2 ലക്ഷം കൊടുത്ത് അദ്ദേഹം സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ ജനറൽ സ്ഥാനം വാങ്ങിച്ചു. അത് കർണാടകയിലെയും കേരളത്തിലെയും. അത് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു നയതന്ത്ര പരിഗണനയുണ്ട്. ആ പരിഗണന എന്ന് പറയുന്നത് പല രംഗങ്ങളിലും പരിശോധന ഇല്ലാതെ ഇരിക്കാനായിട്ട് അന്താരാഷ്ട്ര യാത്രകളിൽ സാധിക്കും. ഷിപ്പിലാണെങ്കിലും അതേപോലെ ഫ്ലൈറ്റിലാണെങ്കിലും സാധിക്കുന്ന ഒരു കാര്യം. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ റെയ്ഡോ മറ്റോ കാര്യങ്ങൾ നടത്തണമെങ്കിൽ, പരിശോധന നടത്തണമെങ്കിൽ അതാത് സ്ഥലത്തെ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നയതന്ത്ര കവചമാണ്. എന്തിന് ഇദ്ദേഹം ഇത് ഉണ്ടാക്കുന്നു എന്നതാണ് ചോദ്യം. അദ്ദേഹത്തിന് ഒന്നും ഒളിക്കാനോ മറച്ചു വെക്കാനോ ഇല്ല എങ്കിൽ എന്തിന് ഇത്രയും രൂപ കൊടുത്ത് ഇതെല്ലാം വാങ്ങിച്ചു വെക്കുന്നു? അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ പല ബിസിനസ് പങ്കാളികളെ കുറിച്ചും അദ്ദേഹത്തിൽ നിക്ഷേപിച്ചവരെ കുറിച്ചും വ്യാപകമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മളിലെ ഫാരിസ് അബൂബക്കറിനെ കുറിച്ച് ഒരിക്കൽ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ ഒരു വാചകമാണ് അതിൽ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അനുജൻ വളരെ പെട്ടെന്ന് തന്നെ വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം തുടങ്ങുന്നു. കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലും വ്യാപകമായിട്ട് സ്വർണ്ണ പണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പലരുടെയും കമന്റുകൾ വന്നു കണ്ടു. ഏതായാലും റോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറച്ചു പിടിക്കുവാനും ഒളിച്ചു വെക്കാനും ധാരാളം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബിസിനസ്സുകാരനുണ്ടാകും.
സ്വാഭാവികമാണ്. പക്ഷെ ആ ഉള്ളതിന്റെ അളവാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. അതായത് ഒരിക്കലും പിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ, പ്രത്യേകിച്ച് UAE ഈ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുന്നവർക്കുള്ള നിയമം എന്താണെന്ന് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ഗൾഫിലെ നിയമം അറ്റ്ലസ് രാമചന്ദ്രന്റെ കാര്യത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതേപോലെ അതികർശനമാണ്. അതുകൂടാതെ ഇവിടെ കേരളത്തിലെ ഒരു നേതാവ് ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണന്റെ പുത്രന്റെ ഒരു കേസിലും അവിടെ കോടതി, അത് സാമ്പത്തിക കേസാണെന്നാണ് എന്റെ ഓർമ്മ, അതിലും വളരെ രൂക്ഷമായ നടപടികളാണ്. നമ്മുടെ ഇന്ത്യയിലെ പോലെ പഴുതുകളുള്ള ഒരു നിയമ സംവിധാനമല്ല. അപ്പോൾ അവിടെ ആ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റിനോട് അവരും ആവശ്യപ്പെട്ടു. ഇദ്ദേഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആണ്, അറിയാമല്ലോ. ശരിയാണ്. UAE ബിസിനസ് നിക്ഷേപവുമായി സംബന്ധിച്ച് ഈ നവംബറിലാണ് ഒരു വലിയ പാർട്ടി നടന്നത്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില ഏജൻസികൾ അതിൽ അന്വേഷണം നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ UAE ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിന്റെ ഒരു അന്വേഷണം വന്ന സമയത്ത് UAE സർക്കാർ ഇദ്ദേഹത്തോട് വിളിച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് നിക്ഷേപിച്ച പണത്തിന്റെ ലാഭം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് നടത്തിയ പണത്തിന്റെ ലാഭം എടുത്താണ് ഞാൻ UAE ബിസിനസ് നടത്തിയതെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിനോടൊപ്പം കാലാകാലങ്ങളായി നിൽക്കുന്ന ആളാണ് ഈ ജോസഫ് എന്ന് പറയുന്ന മാനേജിംഗ് ഡയറക്ടർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായൊക്കെ ബന്ധപ്പെട്ട്, കാരണം അവരിത് പുറത്തു വന്ന് പറയുന്നത് വരെ ഈ പറയുന്നത് പോലെ ഈ ലതാ നമ്പൂതിരി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിൽ ഈ നമ്പൂതിരി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ അറിയില്ല. ഈ ലതാ നമ്പൂതിരി എന്ന് പറയുന്ന അവർ ഇപ്പൊ എവിടെയാണെന്നോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ഒന്നും ആർക്കും അറിയില്ല. ബാംഗ്ലൂർ ബേസ്ഡ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുമായിരിക്കാം. എന്തായാലും ഇദ്ദേഹം പിന്നീട് റോയി ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ആദ്യം കോൺഫിഡന്റ് തുടങ്ങുന്നത്. പിന്നീട് നേരെ ദുബായിലേക്ക് പോകുന്നു, പിന്നെ അവിടെ സെറ്റിൽ ആവുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു സ്ഥലമായി ബാംഗ്ലൂർ മാറുന്നു. പക്ഷേ ഈ കോൺസുലേറ്റിന്റെ പ്രവർത്തനം മുഴുവൻ ബാംഗ്ലൂരാണ്. കോൺസുലേറ്റിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂരാണ്. ഈ ഓഫീസിൽ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഈ കോൺസുലേറ്റ് കൂടി ഉള്ള ഓഫീസിലാണ് 3 മാസമായി CCTV വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഈ 3 മാസമായി എന്താണ് റോയിക്കാനുള്ളത്? ഇത്രയും ധനികനായ ആഡംബരത്തിന്റെ അവസാന വാക്കായ 12 റോൾസ് റോയ്സ് കാറുള്ള 11 ജെറ്റ് വിമാനങ്ങളുള്ള ഏകദേശം 200 കോടിയുടെ ആഡംബര കാറുകൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. 9,000 കോടിയുടെ ആസ്തിയുള്ള ശതകോടീശ്വരന് CCTV പിന്നെ നന്നാക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഈ നേരത്തെ ഈ ഇത്തരം വാർത്തകൾ വന്ന ഘട്ടത്തിൽ ഒരു കമന്റ് വന്നത്, ആദ്യ ഭാര്യയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ എനിക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ഇടുന്ന കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇതുവരെ റോയിയെ കുറിച്ച് നമ്മളൊരു നെഗറ്റീവ് ആളുകൾ പണ്ടെപ്പോഴോ പറഞ്ഞ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതിനപ്പുറം നമ്മൾ ഇതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. നമ്മൾ എന്താണ് ഇതിന്റെ പുറകെ കാര്യങ്ങൾ എന്താണ്, നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാള്, ലോകത്തെ സമ്പന്നന്മാരുടെ പട്ടികയിലുള്ള ഒരാള്, ലോകത്തെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കേരളത്തിൽ ഈ ഇത്രയും ആഡംബരപൂർവമായ ജീവിതം നയിക്കുന്ന ഒരാൾ, അയാൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നു, അതിൽ അയാൾ ആഡംബരം കാണിക്കുന്നു. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഒരാൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് എന്ത് വേണമെങ്കിലും അയാളെ ജീവിതത്തിൽ കാണിക്കാം. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. മരിച്ചതിന് ശേഷമാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പും ഈ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയുടെ ഒക്കെ പേര് വളരെ പിന്നെ ഉയർന്നു കേൾക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരാൾ കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെയാണ് ഇയാളുടെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഇപ്പൊ അത്തരത്തിൽ ചില വാദങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ നിയമപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ. കാരണം ലതാ നമ്പൂതിരി എന്ന് പറയുന്ന സ്ത്രീ കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. അപ്പോൾ മായി ബന്ധപ്പെട്ട ആ ഗ്രൂപ്പ് തകർന്നതുമായിട്ട്, കാരണം അത് 2000 ഏകദേശം 520 കോടി ആസ്തിയുള്ള ഗ്രൂപ്പ് 2003, 2005 ആയപ്പോഴാണ് ഇവർ തമ്മിൽ അടിച്ചു പിരിയുന്നതെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇതിന്റെ വരുമാനം എന്ന് പറയുന്നത് 32.57 കോടി രൂപ എന്നാണ് പറയുന്നത്. അപ്പൊ 520 കോടിയിൽ നിന്ന് 32.527 കോടിയിൽ എത്തിയത് എങ്ങനെയാണ്? അത്രയും ഇടിവാണ് ആ കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പൈസ ഒന്നും കൊടുക്കാതെയാണ് റോയിയെ പാർട്ട്ണറാക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇത് റോയി തന്നെ പറഞ്ഞ കാര്യമാണ്. റോയി പിരിഞ്ഞു പോയ സമയത്ത് 210 കോടിയുടെ എങ്ങാണ്ട് ആസ്തി റോയിക്ക് ഈ കമ്പനി കൊടുത്തു. മാത്രമല്ല കുറെ സ്വത്തുക്കൾ, അതായത് ഇവർക്ക് വേണ്ടാത്ത തരിശു ഭൂമി അടക്കം റോയിക്ക് കൊടുത്തു എന്നാണ് റോയി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ലാസ്റ്റ് അഭിമുഖത്തിൽ പറയുന്നതാണ്. എന്തടിസ്ഥാനത്തിലാണ് റോയിക്ക് ഇവർ ഈ ഭൂമി കൊടുത്തത്? പണം കൊടുത്ത് പാർട്ട്ണർ ആവാത്ത ഒരാൾക്ക് എങ്ങനെയാണ് തിരിച്ചിറങ്ങുമ്പോൾ പിന്നെ ഭൂമികൾ കിട്ടുന്നത്? 210 കോടിയുടെ ആസ്തിയുടെ ഷെയർ കിട്ടുന്നത് എങ്ങനെയാണ്?
വിശ്വസ്തനായിരുന്ന ഒരാൾ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാര്യസ്ഥന്മാര് ചതിച്ച് പിന്നെ അവിടുത്തെ യജമാനന്മാരാകുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഈ എല്ലാ ബിസിനസ്സുകാരെ ഇതിലും ഓരോ ചതിയുടെ പൊളിക്കാൻ പലതും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കോൺസുലേറ്റ് പിന്നെ എന്താ പറയുക ഡിപ്ലോമാറ്റിക് ബാഗ് വഴി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി പോകുന്ന ഈ എന്താ പറയുക ഗ്രീൻ ചാനൽ വഴി ഈ സ്ലൊവാക്യ എന്ന് പറയുന്നത് ഈ മനുഷ്യക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും ആയുധക്കടത്തിനും ബ്ലാക്ക് മണി വെളുപ്പിക്കുന്നതും ഒക്കെ കുപ്രസിദ്ധമായ ഒരു രാജ്യമെന്നാണ് പറയുന്നത്. ഇന്ത്യയുമായി വളരെ നയതന്ത്ര ബന്ധം, 55,000 ജനങ്ങളെ അവിടെ ഉള്ളൂ. ഇത്രയും ഒരു കുഞ്ഞു രാജ്യത്ത് എന്ത് കോൺസുലർ പദവിയാണ്, ജനറൽ പദവിയാണ് റോയിക്ക് കിട്ടിയാലുള്ള ഗുണം? അത് വില കൊടുത്ത് വാങ്ങാനുള്ള എന്ത് പദവിയാണ് അവിടെ ഉള്ളത്? അപ്പോ കള്ളപ്പണ ഇടപാട്. പണ്ട് ഈ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ എയർലൈൻസ് ഉണ്ട്, നമ്മൾ പല വാർത്തയിലും പറഞ്ഞതാണ്. അതിന്റെ MD താക്കീത് അങ്ങനെ എന്തോണ് അദ്ദേഹത്തിന്റെ പേര്, ആ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം 1995 മുംബൈയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് ആണ് അദ്ദേഹം. അദ്ദേഹം വെടിവെച്ച് മരിച്ചതാണ്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ അതിൽ ഫണ്ട് മുടക്കിയിരുന്ന മുഴുവൻ ദാവൂദ് ഇബ്രാഹിം, ഡി കമ്പനിയാണ്. ഈ ഡി കമ്പനി പിന്നീട് ഇദ്ദേഹത്തിന്റെ മരണത്തോടെ ഈ എയർലൈൻസ് പ്രതിസന്ധിയിലാവുകയും അത് പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മൾ ChatGPT അടിച്ചു നോക്കിയാൽ ഇതൊക്കെ കാണാൻ കഴിയും. ചോട്ടാ രാജൻ ഒക്കെ ആണ് ഇതിന്റെ പിന്നീടെന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞത്. ഇദ്ദേഹം വെടിവെച്ച് ഇതാണ് ഈ എന്തുകൊണ്ട് ഇവരൊക്കെ വെടിവെച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ പുഴയിൽ ചാടി മരിക്കുന്നു, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഇപ്പൊ ജോർജ് മുത്തൂറ്റ് 14 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ച എന്തിനാ? VJ സിദ്ധാർത്ഥ് കഫേ കോഫിയുടെ ഉടമസ്ഥർ, അദ്ദേഹം പറയുന്നത് എനിക്ക് കടം, മാനസിക സമ്മർദ്ദം. അദ്ദേഹം നേത്രാവതി പുഴയിൽ 2019 തോന്നുന്നു അദ്ദേഹം ചാടി മരിക്കുന്നു. കപ്പൽ ജോയി, പിന്നെ കപ്പൽ ജോയി എനിക്ക് തോന്നുന്നു അദ്ദേഹം ദുബായിൽ വെച്ചാണ് മരിക്കുന്നത്. അങ്ങനെ എത്ര ആളുകളാണ്. പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിന് രാജൻ പിള്ള വേറൊരു കേസിലാണ്. അതെ, കേസിലാണ്. ഇവരൊക്കെ ഈ ബിസിനസ്സുകാരൊക്കെ നിന്ന നിപ്പിൽ ചാടി മരിക്കുന്നു, വെടിവെച്ച് മരിക്കുന്നു, പോകുന്ന വഴിക്ക് കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ ആക്സിഡന്റ്. ഇതൊക്കെ എന്താ ഈ പണക്കാര് മാത്രം തേടി ഈ വെടിയുണ്ടകളും ഈ കെട്ടിടങ്ങളും ഇതൊക്കെ വരുന്നത്? അവര് പണമുണ്ടാക്കാനായിട്ട് സഞ്ചരിക്കുന്ന വഴിവിട്ട അതെ രീതിയിൽ അത്രേ ഉള്ളൂ. അപ്പോ ഈ റോയിയുടെ അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബാംഗ്ലൂരിൽ ഒരു ബേക്കറി കട നടത്തിയിരുന്ന ആളെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മ ബാംഗ്ലൂരിൽ വസ്തു വാങ്ങി വീട് വെച്ച് വിൽക്കുന്ന ഒരാളായിരുന്നു. അതിന്റെ കൂടെ നിന്നാണ് ഇദ്ദേഹം ബിസിനസ് പഠിച്ചതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നതല്ലാതെ ഈ കഥ മറ്റാരും കേട്ടിട്ടില്ല. ക്രിസ്റ്റലിന്റെ കഥ മാത്രം. ഇപ്പോഴും അത് സോഷ്യൽ മീഡിയ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് സെർച്ച് ചെയ്താൽ അയാളുടെ ഏറ്റവും ആദ്യം മുതലുള്ള ജീവചരിത്രം വരും. പണ്ടാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാകാത്തത്. ഇപ്പൊ A-Z സുതാര്യമാണ്. അതിൽ പറയുന്നതൊക്കെ റോയിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പറയുന്നത് മുഴുവൻ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടെങ്കിലും 10 ഭാര്യ ഉണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ഫാമിലി അറിഞ്ഞാൽ മതി. പക്ഷേ ഈ ലതാ നമ്പൂതിരിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാര്യത്തിൽ അവരെ അറിയാവുന്നവർ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ എവിടെയൊക്കെയോ റോയി അത്ര നല്ല അദ്ദേഹത്തിന്റെ ചരിത്രം, അതായത് അദ്ദേഹം അവിടെ വന്ന വഴി ക്രിസ്റ്റലിൽ നിന്നപ്പോൾ ക്രിസ്റ്റലിനെ ഇത്രയേറെ സ്വത്ത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന ക്രിസ്റ്റലിനും രഹസ്യങ്ങളുണ്ടായിരുന്നു. ആ രഹസ്യങ്ങൾ അദ്ദേഹം അവര് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് ഒരു വാദം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ റോയിയുടെ ഇപ്പോഴത്തെ ബിസിനസ് ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ റിട്ടേൺ അങ്ങ് സമർപ്പിച്ചിട്ട് ഇതാണ് സംഭവം, എന്റെ കയ്യിൽ വേറെ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ മുഖത്തിട്ട് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാതെ ഉടനെ റൂമിൽ പോയി വെടി ഉതിർത്ത് മരിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ മരണത്തേക്കാൾ ഭീകരമായ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടാനും മറുപടി പറയാനും അവശേഷിക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരേ ഒരാൾ അദ്ദേഹമായിട്ട് മാറുമ്പോൾ ദീർഘകാലം ജയിലിൽ കിടക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് പോലീസിന്റെ വിലങ്ങ് വെച്ച് ജീപ്പിൽ സഞ്ചരിക്കുന്നതാണോ നല്ലത്? അതോ ഒന്നും അറിയണ്ട, ഇനിയല്ല ഞാൻ ചെയ്തതിന്റെയൊക്കെ തെറ്റ് ഞാൻ തന്നെ അങ്ങ് അനുഭവിക്കാൻ സ്വയം ശിക്ഷിച്ചതാണ്? അതാണ് ചോദ്യം. അത്രേ ഉള്ളൂ, അതാണ് ചോദ്യം. ഇദ്ദേഹത്തിന്റെ പണം, അതിന്റെ സോഴ്സ്, അത് കാണിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അതിന്റെ പേരിൽ റോയി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ചോദ്യം നിസ്സാരമാണ്, പക്ഷെ ഉത്തരം വളരെ വലുതാണ്. അത് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതെയിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.